ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഓവനും ഗ്രില്ലും ഒന്നും ഇല്ലാതെ തന്നെ പെരി ഫിഷ് എങ്ങനെയാണ് വീട്ടിലുണ്ടാക്കാൻ നോക്കാം. വളരെ എളുപ്പമാണ്, അതേപോലെ തന്നെ അത്യാവശ്യം എരിവും പുളിയൊക്കെ ആയിട്ട് സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടാക്കാമെന്ന്. അപ്പോൾ ആദ്യം തന്നെ മിക്സിയുടെ ചെറിയ ജാർ എടുക്കുക. ഇതിലേക്ക് ഒരു ചെറിയ തക്കാളിയുടെ പകുതിയും ഒരു ചെറിയ സവാളയുടെ പകുതിയും നമുക്കൊന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു ഇതേപോലത്തെ ഒരു 3 പീസ് ഇഞ്ചിയും ഒരു 5 അല്ലി, വലിയ അല്ലി ആയതുകൊണ്ടാണ് 5 എടുക്കുന്നത്, അത്രയും ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഇനി ഒരു 4 പച്ചമുളക് ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് മല്ലിയിലയും കുറച്ച് പുതിനയിലയും വേണം, അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് പേസ്റ്റാക്കി അരച്ചെടുക്കണം. വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടേബിൾ സ്പൂൺ സാധാ എരിവുള്ള മുളക് പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ ഗരം മസാല പൊടി, പിന്നെ 1 ടേബിൾ സ്പൂൺ ചെറുനാരങ്ങ നീര്, 3 ടേബിൾ സ്പൂൺ അധികം പുളിയില്ലാത്ത തൈര്. ഇത്ര ഇട്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇവിടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിലും കൂടി ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ സൺഫ്ലവർ ഓയിലാണ് ഞാൻ വറക്കുന്നത്, അപ്പോൾ അതുകൊണ്ട് തന്നെ സൺഫ്ലവർ ഓയിൽ തന്നെ ഇതിലും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒന്നും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള മീനിലേക്ക് നമുക്കിത് നന്നായിട്ടൊന്ന് പരട്ടി കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 2 വലിയ ഷേരി മീനാണ് എടുത്തേക്കുന്നത്. അത് നന്നായി കഴുകി നല്ല ആഴത്തിൽ വരഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് ഈ മസാല ഉള്ളിലും പിന്നെ ആ വരഞ്ഞ ഭാഗത്തും എല്ലാം ആവുന്ന രീതിയിൽ മസാല ഒന്ന് പരട്ടി കൊടുക്കാം. ഇനി ഇത് നമ്മൾ കുറഞ്ഞത് ഒരു അരമണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. 1-2 മണിക്കൂറൊക്കെ വെക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. കാരണം വലിയ മീനായതുകൊണ്ട് തന്നെ ഉള്ളിലേക്കൊക്കെ മസാല നന്നായിട്ട് പിടിക്കാൻ കുറച്ച് സമയം എടുക്കും. അപ്പോൾ 1-2 മണിക്കൂറൊക്കെ റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കുക. അതിനുശേഷം പുറത്തെടുത്ത് വെച്ച് തണുപ്പ് മാറിയതിന് ശേഷം ഫ്രൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ അരമണിക്കൂറിന് ശേഷം നമുക്കിനി ഇത് ഫ്രൈ ചെയ്യാം. അതിന് വേണ്ടി ഒരു പാനിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഒരുപാട് ഓയിലൊന്നും വേണ്ട, കുറച്ച് ഓയിൽ മതി. അപ്പോൾ ഓയിൽ നന്നായിട്ട് ചൂടാകുമ്പോൾ നമുക്ക് ഫിഷ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഫിഷ് ഇട്ട് കൊടുക്കുമ്പോൾ ഒരു ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കുക. ഏകദേശം ഒരു 30 സെക്കൻഡോളം ഹൈ ഫ്ലെയിമിൽ തന്നെ ഇരിക്കട്ടെ. അതിനുശേഷം 30 സെക്കൻഡ് കഴിയുമ്പോൾ നമുക്ക് വീണ്ടും ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ട് കഴിഞ്ഞാൽ ഒരു 30 സെക്കൻഡ് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കുക. അപ്പോൾ നമുക്ക് ആ ഫിഷിൻ്റെ മേലെയുള്ള മസാലയൊന്നും എണ്ണയിൽ കൂടെ അങ്ങനെ പോവില്ല, ഫിഷിൽ തന്നെ പിടിച്ചിരിക്കും. അതിനുശേഷം നമ്മൾ പിന്നെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്യാനായിട്ട്, എന്നാലാണ് ഉൾഭാഗമൊക്കെ നന്നായിട്ട് വെന്ത് വരുള്ളൂ. അപ്പോൾ ഒന്ന് മൂടി വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഉൾഭാഗമൊക്കെ പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ച് മൂടി വെച്ചിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇടയ്ക്കൊന്ന് തുറന്ന് നമ്മളൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. എന്നിട്ട് വീണ്ടും മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെച്ച് ഫ്രൈ ചെയ്യാം. ഇപ്പോൾ ഇവിടെ ഫിഷ് 2 ഭാഗവും ഒരുവിധം ഫ്രൈ ആയി വന്നിട്ടുണ്ട്, ഉള്ളൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഞാനിതിൻ്റെ മേലേക്ക് ഒരു സോസിൻ്റെ മിക്സ് പരട്ടി കൊടുക്കുന്നുണ്ട്. ഇതിൽ ഞാൻ ടൊമാറ്റോ സോസ് കുറച്ച് ടൊമാറ്റോ സോസിലേക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സും പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും പിന്നെ കളറിന് വേണ്ടി കുറച്ച് കാശ്മീരി ചില്ലി പൗഡറും പിന്നെ കുറച്ച് ചെറുനാരങ്ങ നീരും കുറച്ച് ഉപ്പും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു സോസിൻ്റെ മിക്സാണിത്. അപ്പോൾ അത് നമുക്ക് ഇതിൻ്റെ മേലെ നന്നായിട്ടൊന്ന് പുരട്ടി കൊടുക്കാം. അതിനുശേഷം നമുക്ക് തിരിച്ചിട്ടിട്ട് അപ്പുറത്തെ ഭാഗത്തും ഇതൊന്ന് പുരട്ടി കൊടുക്കുക. അപ്പോൾ ഈ സോസിൻ്റെ മിക്സ് പുരട്ടി കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറുതായി 2 ഭാഗവും ഒന്ന് ഫ്രൈ ആയി വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫിഷ് പിന്നെ ഈ പാനിൽ നിന്ന് എടുക്കാവുന്നതാണ്. ഇപ്പോൾ അതായത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് പാനിൽ നിന്ന് എടുക്കാം. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് അടുത്ത ഫിഷും ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള നമുക്ക് എന്തിൻ്റെ കൂടെ വേണേലും കഴിക്കാൻ പറ്റുന്ന ഒരു പെരി ഫിഷാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് എന്നെ മറക്കാതെ അറിയിക്കണേ. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.
അപ്പോൾ ഇനി വേറൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.